ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഇന്നുള്ളത് ചവറയാണ് കേട്ടോ. ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ ചായമവിളക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. കുറേ ആളുകൾ ചേർന്നിട്ട് ഈ ചവറയുടെ 4 ഭാഗത്തുള്ള മൂപ്പർ ആൾക്കാരാണ്. അപ്പോൾ ഇവർ ചേർന്നിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് അലങ്കാരത്തിന് ആവശ്യമുള്ള കുരുത്തോലകൾ വെച്ചിട്ട് ഓരോ കുരുത്തോല വെച്ചിട്ടുള്ള രൂപങ്ങളൊക്കെ പണിയുന്നുണ്ട്. നല്ല രസമാണ് ഇവരുടെ വർക്കൊക്കെ കാണാൻ. അതായത് കണ്ടോ പണിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു പന്തൽ തന്നെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നല്ല രസമാണ്. എത്ര ലക്ഷക്കണക്കിന് കുരുത്തോലകൾ വെച്ചിട്ടായിരിക്കും ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കയറിയിരിക്കാൻ നല്ല കൂളിങ് കേട്ടോ, അടിപൊളി കൂളിങ്ങാണ് ഇതിനകത്ത്. അപ്പോൾ ഇത്രയും ഈ കുരുത്തോലകൾ എങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നത് തന്നെ അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഇത്രയും സാധനങ്ങളിവിടെ കൊണ്ടുവന്ന് ഇത് ഓരോന്ന് കീറിയെടുത്ത് അത് കറക്റ്റായിട്ട് ബെൻഡ് ചെയ്ത് ഇത് ഉണ്ടാക്കി എടുക്കണ്ടേ. നല്ല രസമാണ് കണ്ടോ, നല്ല രസമല്ലേ ഇത് പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോയി നോക്കാം. ദയവിട്ട് ഒരു ചേട്ടനെ ഇരുന്ന് ചെറിയ രൂപങ്ങൾ ഇത് കുറേ രൂപങ്ങൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്ത് വെച്ച് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് കുറേ ചെറുപ്പക്കാരിരുന്ന് ഇത് പണിയുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഓലയൊക്കെ എടുത്ത് അത് കറക്റ്റായിട്ടുള്ള അളവിലൊക്കെ എടുത്തിട്ട് അത് തൊട്ടപ്പുറത്ത് ആളിരുന്ന് ഇത് മടക്കുന്നത് കണ്ടോ. ഒരാൾ ഒരു ഡിസൈൻ വെച്ച് ഇങ്ങനെ പണിയും. ഇപ്പോൾ ഈ ഇതൊന്ന് കണ്ടു നോക്ക്, നല്ല രസമാണ്. ഇതിങ്ങനെ അങ്ങോട്ട് പണിയും, മടക്കി അങ്ങോട്ട് വെക്കും. അത് നല്ല ഇളം ഓലയാണ് കേട്ടോ. അതിങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റാപ്ലയർ അടിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കൂട്ടിയിടും. അപ്പോൾ ഇത് കുറേ ആകുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വേറെ ഒരു രൂപം ഇതാണ്ടോ തറയിട്ടൊക്കെ ഇതാണ്ടോ. അപ്പോൾ ഇതുപോലെ കുറേ ഉണ്ടാക്കിയെടുക്കും. ഇത് ഒരാളല്ല കേട്ടോ, ഒരു 10-100 പേര് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഡിസൈനാണ് ചെയ്യുന്നത്. വേറൊരു ചേട്ടൻ അപ്പുറത്തേക്ക് അദ്ദേഹം ഈ പുള്ളിക്കാരൻ ഇത് പണി കാണാൻ ഭയങ്കര രസമാണ്. ഇത് വാഴയിലെ നമ്മുടെ തെങ്ങിൻ്റെ തളിർ ഇലയെടുത്ത് ഇങ്ങനെ റൗണ്ടൊക്കെ ആക്കി ഒരു പരിപാടി ഇപ്പോൾ ചെയ്യും. അന്ന് കണ്ടുപോകാം, നല്ല രസമാണ്. അദ്ദേഹം പണിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അവിടെ. ഇത് കുരുത്തോല കൊണ്ടുവന്നിട്ട് അത് പരുവപ്പെടുത്തി തൊപ്പി പിന്നെ വള്ളം അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു സാധനം ഞാൻ വീണ്ടും പോയി നോക്കിയൊരു സാധനം, നല്ല രസം. ഇത് ഓരോന്ന് അതിനകത്ത് പണിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് രാത്രിയായി നമുക്കിതിനകത്ത് കയറി നോക്കാം. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ സിക്കകത്ത് നിൽക്കുന്നൊരു ഫീലാണ്. കാര്യം ഈ വാഴപ്പോളകൾ വെച്ചിട്ടാണ് ഇതിൻ്റെ മോൾ ഭാഗം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തണുപ്പ് താഴേക്ക് അടിക്കും. വെയിൽ മേലി അടിക്കും തോറും അതിനനുസരിച്ച് ഇരട്ടിക്ക് താഴേക്ക് തണുപ്പടിക്കും. ഈ തണുപ്പ് അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക് നല്ല രസം, നല്ല കൂളിങ് കിട്ടും. ഇതെത്ര നേരത്തെ എഫർട്ടായിരിക്കും ഒന്ന് ആലോചിച്ചൊക്കെ. നല്ല എഫർട്ട് എടുത്താൽ മാത്രമേ ഇത് പണി തീർക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ ഒരു സമയം അല്ല, ഇത് ഒരുപാട് സമയം എടുക്കും. എന്തായാലും കൊള്ളാം അല്ലേ.